നമ്മുടെ നാട്ടിൽ ഇക്കൊല്ലം വിഷു വിപണിക്ക് അതിനുവേണ്ടി ഉണ്ടാക്കിയ പച്ചക്കറികൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ട വില കിട്ടി. ഓണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ഇത് അർക്കമംഗളം. ഇന്ന് കാലത്ത് വിൽപ്പനയൊക്കെ നടത്തിയിട്ട് തലസ്ഥാനത്ത് 4-5 അല്ലേ? അതെ, തിരിച്ചു വന്നാണ്. ഇതിനുള്ള ആൾക്കാർ ഇനി വരാനിരിക്കുകയാണ് അല്ലേ? ചന്ദ്ര ചേച്ചി 6ാം കൊല്ലമാണ് കൃഷിയിലുള്ളത്. കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അതെ, 2019 മുതൽ. എങ്ങനെയാ ചേച്ചി തുടങ്ങിയത്? കാട് പിടിച്ച സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉടനെ അവർ തന്നു. പിന്നെ ഞാനും എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ തന്നെയാണ് കാടെല്ലാം വെട്ടി ക്ലിയറാക്കി ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ മൊത്തം എല്ലായിടത്തും കൂടെ എനിക്ക് 3 സ്ഥലമുണ്ട്. ഞങ്ങൾ അതായത് 2 ഏക്കറോളം സ്ഥലമുണ്ട്. ചീരയുണ്ട്, പയറുണ്ട്, പാവലുണ്ട്, പിന്നെ കത്തിരിയുണ്ട്, വെള്ളരി ഉണ്ടായിരുന്നു. ഇപ്പം അതെ, അടുത്ത തുടങ്ങും. വെള്ളരി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷി ഓഫീസറായാലും അസിസ്റ്റന്റുമാരായാലും എല്ലാവരും നല്ല പ്രോത്സാഹനമുണ്ട്. ഞങ്ങൾക്ക് പയറിൽ തന്നെയാണ്. ഇനി ഇതിൽ അതെ ഞങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു 25,000 രൂപയോളം ചിലവായിട്ടുണ്ട്. ഈ മുള വാങ്ങാനും അതിന് ഇതിനൊക്കെ പൊട്ടിച്ച് തീർന്ന് ഇനി ഒരു 2 ആഴ്ച കൂടെ ഞങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഓണത്തിനുള്ളത് അവിടെ ഇനിയിപ്പോൾ തീരാറായി, ഒരിടത്ത് തീരാറായി. അവിടെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഇപ്പം ഓണത്തിന് വേണ്ടിയാണ്. അതെല്ലാം പൊട്ടിച്ചു. അത് ബാക്കി ഒരു 5 കിലോളം എൻ്റെ ഇരിപ്പുണ്ട്. അത് വൈകിട്ട് ചീരയും കൂടെ പറിച്ചിട്ട് കൊടുക്കാം. എനിക്ക് കസ്റ്റമർ ഒരു 150ഓളം കസ്റ്റമറുണ്ട്. അവരില്ല, ഞാനും എൻ്റെ മോക്ക് വണ്ടിയുണ്ട്. വണ്ടിയിലിരുത്തി എന്നെ കൊണ്ട് എല്ലാം കൊടുക്കും. BSc നഴ്സിംഗ് ആണ് മോള്. ഒരു മോനുണ്ട്, 3ാം വർഷം. ജൈവ കൃഷിയാണ്. ചാണകം ഉണ്ടാകും, കോഴിക്കാര ഇടും. കോഴിക്കാട്ട ഇടും. മെയിൻ അത് രണ്ടുമാണ്. വേപ്പിൻ പിണ്ണാക്കിടും. ഇത് 3 കൂടി ഇടും. മിക്കവാറും വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഇടുള്ളൂ. ഇത് മെയിനായിട്ടുള്ളത് ചാണകവും കോഴിക്കാരവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തടം ഇട്ട് വെള്ളം ഒഴിക്കും. കോഴിക്കാരിടുമ്പോഴത്തേക്ക് 3 പ്രാവശ്യം ഞങ്ങൾ വെള്ളം ഒഴിക്കും. കാരണം ചൂടായത് കാരണം ഒഴിക്കും. പിന്നെ എന്തെങ്കിലും പുഴുക്കട അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ അരച്ച് നേരെ കയറ്റി സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പം മഴയായപ്പോഴത്തേനും ഇത്തിരി ഡമ്മായി. ചീരയായാലും പയറായാലും ഇത്തിരി പുഷ്ടിക്കുറവ് വന്നു. ഇപ്പം മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു 200 കിലോളം പയർ, ഒരു 300-350 ഞങ്ങളുടെ മാക്സിമം കിട്ടേണ്ടത്. പക്ഷേ ഈ മഴയൊക്കെ ആയത് കാരണം പിന്നെ ഒരു 3-4-5 മൂട് ഞങ്ങൾക്ക് ഡാമേജ് വന്നു, കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒരു ഇന്നും കൂടെ കൂട്ടി 225 കിലോളം ഞങ്ങൾക്ക് പയർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ കണക്കാണ്. പ്രോത്സാഹനം എൻ്റെ ഈ സ്ഥലത്ത് തന്നെ ദേശത്ത് പ്രോത്സാഹനമുണ്ട്. എനിക്ക് അവാർഡ് കിട്ടി. സമം നാട്ടുകാർ സമം ലോക് ഫോർഡ് അക്കാഡമിയുടെ സാംസ്കാരിക തലത്തിലെ അവാർഡ് കിട്ടി. അതെ, നമ്മുടെ സജി ചെറിയ സാറാണ് കൈയിടുന്ന ഏറ്റുവാങ്ങിയത്. ഞങ്ങള് 1 കിലോത്തിന് 100 രൂപ, 90 രൂപ, 70 രൂപ, 80, അത് ഓരോ ഇതനുസരിച്ച്. ഞങ്ങൾ 1/4 കിലോ എന്ന് പറയുന്നത് ഞാനിപ്പം കെട്ടിയാണ് കൊടുക്കുന്നത്. 1/4 കിലോ കൂടുതൽ ഞാൻ കെട്ടി കൊടുക്കും. 25 രൂപ അയച്ചു. അവരിങ്ങോട്ട് എനിക്ക് 30 രൂപയാണ് തരുന്നത്. കാരണം അവർ പുറത്ത് വാങ്ങുന്നത് 40 രൂപ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 25 രൂപ മതി. വെള്ളം ഞങ്ങൾ ഇവിടെ ഇത് വയലായിരുന്നു, കാട് പിടിച്ച് കിടന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓണറുടെ ചോദിച്ചിട്ട് ഞങ്ങളൊരു കുഴിയെടുത്തിട്ട് ഞങ്ങൾ മോട്ടർ വെച്ച് പാവലും കിടക്കുന്നിടത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പൈപ്പിൽ നിന്ന് എടുക്കും. താഴത്തെ കിണറ്റിൽ അവിടെ കിണറുണ്ട്, അവിടെ മോട്ടർ വെച്ച് വെള്ളം എടുക്കും. അത്യാവശ്യം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കിട്ടി. അത്യാവശ്യം വിലയുണ്ടായിരുന്നു.
എങ്ങനെയാ പാവയ്ക്കാൻ? പാവയ്ക്ക 120ഓളം വിലയുണ്ട്. പുറത്ത് അതിനേക്കാളും ഉണ്ടായിരുന്നു. പാവയ്ക്ക ഇപ്പോൾ ഒരിടത്തും ഇല്ല. അത് കാരണം നമ്മുടെ അതിന് നല്ല വില കിട്ടി. കിലോയ്ക്ക് 120 കിട്ടി. ഇപ്പം മഴ ആയത് കാരണം ഞങ്ങൾക്കിപ്പം പാവൽ അത്ര നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. നാട്ടുകാർ ആദ്യമൊന്നും അത്ര ഇൻട്രസ്റ്റ് ആക്കിയിട്ടില്ല. അവർക്കൊരു ഒന്നും എടുത്തില്ല. പിന്നെയൊക്കെ ആയപ്പോൾ അറിയാമെന്നുള്ളവർക്ക് അവർക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ ഇതിനെല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വസ്തു തന്ന അവർക്കാണ്, അതിൻ്റെ ഓണറിനാണ്. അത് ഒന്ന് രാജീവ്, ഒന്ന് നിർമ്മല ദേവി, ഒന്ന് ഗോപി എന്ന് പറയും. ആദ്യം ആരും ഗവനിച്ചില്ല. പിന്നെ ഇവർക്കൊക്കെ അറിയാം ഞങ്ങൾ ജൈവവളമാണ് ചേർക്കുന്നത് എന്നത് അറിയുന്നത് കൊണ്ട് ഞങ്ങളിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഞാനിവിടെ തന്നെ ജനിച്ച് വളർന്നതായതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. ഞങ്ങൾ ചെയ്യുന്നത് ഓരോരുത്തരും കണ്ടുകൊണ്ട് പോകുന്നതാണ്. അപ്പം അവർക്കറിയാം. കടകളിലേക്ക് കൊണ്ടുപോകണോ? ഇല്ല, ഞങ്ങൾ വീടുകളിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാ വീടും 150ഓളം അധികം വീടുകൾ എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടങ്ങളിൽ വണ്ടിയിൽ മോക്ക് വണ്ടിയുണ്ട്. മോളെ വണ്ടിയിൽ വെച്ച് എല്ലായിടവും കൊണ്ടുപോകും. ചേച്ചി നിങ്ങളുടെ കൃഷി ഓഫീസർ എത്തി അല്ലേ? അപ്പം സ്വപ്ന, ഇതുപോലെയുള്ള ചെറുകിട സംരംഭകർക്ക് വരാവുന്ന വിധത്തില് ഇപ്പൊ ഒരു അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടാണല്ലോ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരെന്തൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്യാവുന്നത്? ചന്ദ്രികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോടുകൂടി കൃഷി ചെയ്യുന്നു. അത് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുന്നു. അതിനെന്തൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് വേണമെന്നുള്ളതെല്ലാം കൃഷിഭവനിലെത്തി അത് ഏത് വെറൈറ്റി കൃഷി ചെയ്യണം, അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃഷി ചെയ്യുക, വർഷം മുഴുവനും കൃഷി. അപ്പോൾ ആ ഒരു വരുമാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് ഇവിടെ എത്തി നൽകി വർഷം മുഴുനീള കർഷക എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ശൃംഖല തന്നെ ചന്ദ്രികയ്ക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കി എല്ലാ ദിവസവും വന്ന് വാങ്ങാനുണ്ടാവും. ബാക്കി ശേഷിക്കുന്നവർക്ക് ചന്ദ്രികയും കുടുംബാംഗങ്ങളോട് ചേർന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിന് യാതൊരു ബുദ്ധിമുട്ടും ചന്ദ്രികയ്ക്കില്ല. അതാണ് ശരിക്കും ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പാവലും പയറും ചീരയാണ്. ചീര വർഷം മുഴുവൻ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതെ, സാധാരണഗതിയിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് മാറ്റാനാണോ, വേറെ ഏതെങ്കിലും പറയാനാണോ? അല്ല, ചീര നമ്മൾ വർഷം മുഴുവനും ചന്ദ്രിക ഏകദേശം 8 ക്രോപ്പ് വരെ ചീര ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ലോക്കൽ വെറൈറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് അതിൽ പച്ചയും ചുവപ്പ്, കടും ചുവപ്പ് നിറമുള്ള ചീരയാണ് ചെയ്തു വരുന്നത്. രണ്ടിനും പ്രാദേശികമായിട്ട് നല്ല ഡിമാൻഡുണ്ട്, വർഷം മുഴുവനും ഡിമാൻഡുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ പ്രീതി, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നുള്ള പ്രീതിയാണ് പാവൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ പയർ ഇവിടെ നമ്മൾ അർക്കമംഗള എന്ന് പറയുന്ന നല്ല ഡിമാൻഡുള്ള കൂടുതൽ നല്ല നീളത്തിലുള്ള ഉണ്ടെങ്കിലും ഡിമാൻഡ് അതിന് കുറവാണ്, ടേസ്റ്റ് കുറവാണ്. അർക്കമംഗള നല്ല ലോക്കൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ സീഡ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയിലൂടെയാണ് നമ്മൾ സീഡ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് പയർ കൃഷി അവർക്ക് വളരെ വിജയകരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു. മികച്ചൊരു വരുമാനം നേടിക്കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനായാലും മറ്റ് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതിനും കൃഷിയുടെ വരുമാനത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 6 ലക്ഷം രൂപ ഒരു ഇൻകം എന്ന രീതിയിലേക്ക് റേസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചേച്ചി ഉഷാറാണ്. ഇത് മഴ മാറിയപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. നമുക്ക് ചീരയുടെ അടുത്തേക്ക് പോകാം. പയറിന്റെയും പാവലിന്റെയും കാര്യം പറയായിരുന്നു നേരത്തെ. ഈ പയറ് ഇവിടെ ഇപ്പോഴത്തെ കുറച്ചുകൂടി വലിയ പയറായിരുന്നു അല്ലേ? എന്താ വ്യത്യാസം ഉണ്ടായിരുന്നു? വ്യത്യാസം എന്ന് പറയുന്നത് നാടൻ പയറാണ്. നാടൻ പയറൊക്കെ നല്ല നീളവും നല്ല ഗുണമേന്മയും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് ഈ കളർ കാണുമ്പോൾ കളറിനെ ആകർഷിച്ചാണ് ഇപ്പം കേരളത്തിന്റെ എല്ലാവരും കളറിനെ ആകർഷിച്ചാണ് ഇതൊക്കെ എല്ലാം വാങ്ങുന്നത്. കാണാൻ ഭംഗി ഉണ്ടാവണം. അത് ടേസ്റ്റ് ഒന്നും അവർക്ക് വിഷയമല്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ
ഭൂജനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് അത് എന്നുള്ള കാര്യം, പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. പാവലാണോ പയറാണോ നല്ലോണം കിട്ടിയത്? എനിക്ക് നല്ലവണ്ണം ഞാൻ ചീരയും പയറുമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം. പാവല് സമയത്ത് പറഞ്ഞാൽ ഭയങ്കരമായ ഈ പ്രാണികളുടെ ആക്രമണം ഉണ്ടാകും. അത് ശരിക്കും നാശനഷ്ടം ഉണ്ടാകും. ഇവര് പറയുന്ന കെണികൾ വെച്ച് കഴിഞ്ഞാൽ ആ കെണിയുടെ സ്മെല്ല് അനുസരിച്ച് ഈ ദേശ ചുറ്റുപാടുള്ള പ്രാണികൾ അത്രയും അവിടെ വരും. അപ്പൊ ഈ കെണിയിൽ ഒതുങ്ങാതെ തന്നെ ഇവര് തന്നെ ഈ ധാന്യങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് അവരങ്ങ് പോകും. ഒറ്റയ്ക്ക് കൃഷി നടത്തുകൊണ്ട് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. അത് എല്ലാവരും സാധാരണ കുറച്ചുകൂടെയൊക്കെ കൃഷിക്ക് ആൾക്കാർ ഇറങ്ങിയാൽ വിവിധ ഇടങ്ങളിലായിട്ട് നശിപ്പിക്കാൻ കഴിയും. ഇത് നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ മാത്രം ചെയ്യുമ്പോൾ ഈ അതിന്റെ മണം ഏതറ്റം വരെ പോകുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ഈ പ്രാണികൾ വരും, ആകർഷിച്ച് വരും. അതിനെ ഇണയെ ആകർഷിക്കും പോലെയാണ് അതിന്റെ സ്മെല്ല് വരുന്നത്. അങ്ങനെയാണ് ഇതിന് നമുക്ക് വരുമ്പോൾ ഈ കെണി പെടാതെ ബാക്കി 4 ചുറ്റും വളർന്ന് ഇരിക്കുന്ന ധാന്യങ്ങൾ മുഴുവനും പാവലിന്റെ കൊച്ച് അത് വിരിഞ്ഞ് വരാൻ തന്നെ അതിനകത്ത് മുട്ട ലാർവായിട്ട് വെച്ചിട്ട് പിന്നെ അതൊന്നും നമുക്ക് രക്ഷപ്പെടില്ല. പയറും പാവലും ഇക്കൊല്ലാം നഷ്ടമില്ലാണ്ട് പോകുന്നു. നഷ്ടമില്ലാതെ പോകുന്നുണ്ട്. നല്ലവണ്ണം ചെയ്യാം. ഓരോ ദിവസം ഓരോ പ്രാവശ്യം മാറി മാറി കൃഷി ചെയ്യുന്നതിനെ കൊണ്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ അടുത്തല്ല എന്തൊക്കെയാ ചെയ്യുന്നത്? ഒപ്പം മാറ്റിയിടുമ്പോഴത്തേക്ക് ഇത് ചെയ്യാം. പാവലിനെ പുറത്തേക്ക് മണ്ണ് നമ്മൾ ഇളക്കി പുതിയ മെത്തേഡിലാക്കണം. മണ്ണ് ഇളക്കി മറിച്ച് പുതിയ രീതിയിൽ ഒന്നേന്ന് അതിനുള്ള വേണമെന്നുള്ള പോഷക ഗുണങ്ങൾ കൊടുത്തിട്ട് പുതിയ ഇതാകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്ത പോലെ ചെയ്യാം. ചിലർ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്യുന്ന കൃഷി അവിടെ പിന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അതിന് വേണ്ടെന്നുള്ള എല്ലാ അതിന് വേണ്ടുന്നുള്ള പ്രോട്ടീൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫലമെടുക്കാൻ കഴിയും. ഒരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കണം. കാലാവസ്ഥ അനുകൂലം ഉണ്ടായിരിക്കും. നമുക്ക് എത്ര വേണം വിറ്റഴിക്കപ്പെടാം, എത്ര കിട്ടിയാലും വിറ്റഴിക്കപ്പെടാം. നമ്മുടെ സാധനം നല്ല ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് 150 രൂപ വിൽക്കുമ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത്. റീസെയിലായിട്ട് തന്നെ കൊടുക്കുന്നത്. ഹോൾസെയിലിൽ നിന്ന് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് ആവശ്യമില്ല. കൊടുത്താലും വെളിയിൽ കൊടുത്ത കടയിൽ കൊടുത്ത പൈസ തരത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം വീട്ടിൽ തന്നെ നമ്മളെ വീട്ടുകാർ കൊണ്ട് കൊടുത്തു തീർക്കും. ഈ സാധനങ്ങളെല്ലാം ഉത്പാദിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കൊടുത്തു തീർക്കും. പുറം മാർക്കറ്റിൽ വില വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു ലാഭവിഹിതമുണ്ട്. അത് മാത്രമേ നമ്മൾ ആകർഷിക്കുന്നുള്ളൂ. അപ്പം മറ്റുള്ളവർക്ക് അവർ ഇഷ്ടമാണ്. മറ്റുള്ളവർ വാങ്ങുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവർക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. അതേ കൊണ്ട് അവർ നമ്മളെ തന്നെ ആശ്രയം നമ്മളെ ഫോണിൽ വിളിക്കും, നമ്മൾ അവിടെ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യും. പന്തൽ കൃഷിയിൽ മറ്റ് ഇതൊന്നും നോക്കില്ലേ? പടവലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഗവൺമെന്റ് നിലവാരത്തിൽ ഗവൺമെന്റ് നമ്മളെ സാധനം സ്വീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ പോയി അവർ ബൾക്ക് എടുക്കുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചറുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന സാധനം എടുക്കാതെ അതർ സ്റ്റേറ്റിൽ പോയി സാധനം എടുത്തുകൊണ്ടൊന്ന് അവര് മാരാവേഷം. ഇപ്പൊ തന്നെ വീഡിയോ പലതും വരുന്നുണ്ടോ ഈ ഇതിലൊക്കെ അടിക്കുന്ന പക്ഷികൾ കൊത്തിയാൽ പോലും അപ്പോൾ തന്നെ പക്ഷി ചാവുന്ന അത്രയും മെഡിസിനാണ് അവർ അടിച്ചു തുടങ്ങുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ അതല്ലാതെ ചെയ്യുമ്പോൾ നാട്ടുകാരെ വാങ്ങാൻ തയ്യാറല്ലേ? നാട്ടുകാരെല്ലാം ചെയ്യാൻ വാങ്ങാൻ തയ്യാറാണ്. ആര് വാങ്ങി നമ്മൾ സാധനം അത് കാണുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത ഓണം ഇതിനനുസരിച്ച് ഓണത്തിന് ഇപ്പൊ ഈ കാലാവസ്ഥ നല്ല കാലാവസ്ഥ വന്നിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അനുകൂലമായിരിക്കുന്നതാണ് എല്ലാവരും ആഗ്രഹം. എങ്കിൽ നല്ല വിളവ് ഉണ്ടാവും. ഒറ്റ ഇതളായിട്ട് മാത്രം പൊടിക്കുന്ന ചീര ഇതളുണ്ടാവില്ല. ഇതിന് അപൂർവം മാത്രമേ ഇതളുണ്ടാവത്തുള്ളൂ. പക്ഷേ അതേപക്ഷം അരുണ് വംശത്തിൽപ്പെട്ട ചീരയും ഈ പച്ചച്ചീരകൾ ഇതളുണ്ടാവും. 4-5 ഇതളായിട്ട് ഇങ്ങനെ നമുക്ക് അതിനെ അറുത്തെടുത്തിരുന്നാലും പിന്നെയും അത് വളർന്ന് പിടിച്ചുകൊണ്ട് ശരിക്കും വളർന്ന് കയറണം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒറ്റ ഒരു തൈ മാത്രമേ ഇങ്ങനെ പോകത്തുള്ളൂ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരണം. ഇതിന് ഇതളുണ്ടാവത്തില്ല. പൊടിക്കത്തില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കത്തില്ല, എങ്കിലും താമസിക്കും. പക്ഷേ ആ അരുൺ വംശത്തിൽ അതെല്ലാം ഇതൾ പിടിക്കുന്നതാണ്. ആ നിൽക്കുന്ന പാവിക്കുന്ന വിത്ത് ദണ്ട ഇതിന് പാവിക്കുന്ന വിത്തൊക്കെ ഇതൾ പൊടി. ഈ പച്ച ഇതളുണ്ടാവും, 2-3 ഇതളുണ്ടാവും. ഇത് കഴിഞ്ഞാൽ അറുത്തെടുക്കും നമ്മൾ. അങ്ങനെ നിർത്തൂല. നമ്മൾ ഈ ഇങ്ങനെ നിർത്തിയാൽ പിന്നെ പാട് അറുത്ത് പിന്നെ താമസിക്കും. വീട് നമ്മൾ എന്ത് ചെയ്യുന്ന ഇതിനെ അറുത്തെടുത്ത് നിർത്തിയാൽ താമസിക്കും. അല്ലെങ്കിൽ നേരം പിടിച്ച് അങ്ങ് തീർക്കും. ഇതിപ്പോൾ ഇങ്ങനെ ചെളി വെച്ച് കട്ട് ചെയ്ത് അങ്ങ് കൊടുക്കും. ഇത് മഴയത്ത് ഇത്രയും കാത്ത് നമ്മളെ ഇതിലൂടെ മരുന്നടിച്ച് കളഞ്ഞ് ഇലപ്പുള്ളി വരും. ഇത്രയൊക്കെ മരുന്നടിച്ചിടാൻ വരും. നമ്മൾ മഞ്ഞളാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇലപ്പുള്ളി മഞ്ഞളെന്ന് പറഞ്ഞാൽ മഞ്ഞൾ കായം, പാൽക്കായം, വെളുത്തുള്ളിയല്ല, അതിനൂടെ ഈസ്റ്റ്. ഇത് അതിന് ആനുപാതികമായി കലക്കി തലേദിവസം വെച്ചിട്ട് പിറ്റന്ന് ആ മിശ്രം അടിക്കുമ്പോൾ ഇതിന് പുഴുക്കളുണ്ടെങ്കിലും ഇലപ്പുള്ളിയൊക്കെ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇലപ്പുള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചങ്ങ് പോകും. സാധാരണ അടച്ചങ്ങ് പോകും. സാധാരണ അത് ഒരു പ്രതിരോധമാണ്. പക്ഷേ മറ്റുള്ള കെമിക്കൽ ഉപയോഗിച്ചെന്ന് പറയും ഒത്തിരി കെമിക്കലുകൾ കടകളുണ്ട്. അടിച്ചാൽ ഒരിക്കലും ഇതിനും ഇലപ്പുള്ളി രോഗം മാറത്തില്ല. അവർ പറയും, ഗ്യാരണ്ടി പറയും, ഞാൻ പരിശോധിച്ചു ഒരെണ്ണം മാറ്റി നടക്കത്തില്ല. നല്ലത് ഈ പറഞ്ഞാണ്. ഇത് തന്നെയാണ്. 20 ഗ്രാം മഞ്ഞപ്പൊടി, 5 ഗ്രാം പാൽക്കായം, 2 ഗ്രാം ഈസ്റ്റ് എന്ന അനുപാതത്തിൽ നമ്മൾ വെള്ളത്തിൽ കലക്കി വയ്ക്കും. എത്ര വെള്ളത്തിൽ? 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അതിനെടുത്ത് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ
പുഴുക്കളുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം ഉണ്ടെങ്കിലും അപ്പോഴും മാറി പിറ്റേന്ന് തന്നെ മാറി കിട്ടും. ഇതിപ്പോൾ ഇന്നലെ ഇലപ്പുള്ളി ഇന്ന് രാവിലെ അടിച്ചപ്പോൾ ഇത് അണഞ്ഞു, നാളെ ആകുമ്പോൾ ഇത് പൂർണ്ണമായി. പക്ഷെ എല്ലാവരും പറയും കെമിക്കൽ അടിച്ച് മാറത്തില്ല. ഒത്തിരി കെമിക്കലുകൾ അവർ പറയുന്നുണ്ട്, ഭയങ്കര വിലയാവും. അതിനടിച്ച് കളയിട്ട് നിധിനെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. എളുപ്പമാണ്, നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണ്ട, ഈ ചോറൊക്കെ നല്ല ഉണ്ടോ, നല്ല കളറായി വരും. നല്ല ചോറൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ചോറൊക്കെ നമ്മൾ വെച്ച് നല്ല പിന്നെ തേച്ച് നല്ല കൈ കഴിയും, കുറച്ച് കഴിഞ്ഞാൽ നല്ല കളറാവും. ഭയങ്കര ഇതാണ്, ടേസ്റ്റാണ്. ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. വേറെ ഐറ്റങ്ങളുണ്ട്, പക്ഷെ അത് നടുവില്ല. ഞാനത് നമ്മൾ സെയിൽസ് ഇല്ലാത്ത സാധനങ്ങളല്ല, പലതും ഇങ്ങനെ ഒത്തിരി വിത്ത് ഇറങ്ങുന്നുണ്ട്. എല്ലാം ടേസ്റ്റ് ഒരിക്കൽ വാങ്ങുന്ന ആൾ പിന്നെ വാങ്ങും. ഞങ്ങളും അത് അനുഭവിച്ചേ കൊണ്ടാണ് നമ്മളിത് തന്നെ ചെയ്യുന്നത്. ഇത്രയും കാണും, ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മളിത് കടയിൽ വാങ്ങുന്നതിന്റെ പകുതി കിട്ടത്തുള്ളൂ. അതുകൊണ്ടല്ല 2 തോരൻ വരും. പലരും ചോദിക്കും, നമ്മുടെ വഴക്ക് പറയും, ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് ചോദിക്കും. ഇത് ഇലപ്പുള്ളി വന്നതാണ്, കണ്ട ആ മരുന്ന് അടിക്കുമ്പോൾ അത് കവറായി പോകുന്നുണ്ടാ. നമ്മളിത് കണ്ട ഇലപ്പുള്ളി വന്ന് മൊത്തത്തിൽ പുള്ളി വിടുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഇത് അടിക്കുമ്പോൾ ഇതങ്ങ് മറയും. ഒരു ഫംഗസാണ്, വെള്ളത്തിലൂടെ വരുന്നൊരു ഫംഗസാണ്. ചീര ഏതാണ്ട് എല്ലാ ദിവസവും വിളവെടുക്കാവുന്ന സാധനമാണ്. എല്ലാ പ്രാവശ്യവും വിളവെടുക്കാം. ഈ 12 മാസം, ഒരു വർഷം 12 മാസവും വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര എന്ന് പറയുന്നത്. ആവശ്യക്കാരുണ്ട്. ഈ 2 തരം ചീര മാത്രമാണ്? 3 തരം ചീര ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 3 തരം ചീരയാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്യണത്. ഒന്ന് പച്ച, അതുപോലെ തന്നെ ഈ പട്ടുചീര എന്ന് പറയുന്ന ഒരു ഇതാണ്. പക്ഷേ അതിൻ്റെ കളർ കാണിക്കുന്ന മണ്ണിൻ്റെ ഇതനുസരിച്ചാണ് കളർ കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ടാവും. പലരും അതിനുവേണ്ടി ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലേ, മണ്ണിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ കളർ കാണിക്കുന്നത്. ചിലയിടത്തൊക്കെ നല്ല പട്ട് സാരിയുടെ കളറായിട്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് കളർ കാണിക്കുന്നത്. നല്ല പച്ചയൊക്കെ അതെ നല്ല ഇതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നല്ല ഒത്തിരി വീടുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി ഏല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇതുവഴി പോകുമ്പോൾ കാണും. അപ്പോൾ അവർ തന്നെ ഒന്നീ ഫോൺ നമ്പർ കരസ്ഥമാക്കി, ഇല്ലെങ്കിൽ വിടുന്ന സമയം നോക്കി വരികയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ അവർ അമ്മകളുടെ വണ്ടിയിൽ ഇങ്ങനെ നടന്ന് വിൽക്കുകയാണ്. കൊണ്ടുപോകുമ്പോൾ തന്നെ കാണും. അധികമായി വരികയാണെങ്കിൽ നമ്മളെ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വൈകുന്നേരം 5:30 മണി ഓഫീസ് വിടുന്ന സമയത്ത് അവിടെ എത്തും. അപ്പോൾ തന്നെ അങ്ങ് വിറ്റഴിക്കപ്പെടും. ഈ കീര അങ്ങനെ രാവിലെ പറിക്കുന്ന കീര അങ്ങനെ തന്നെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ അവരുടെ കടകളിലൊക്കെ ഇത് ശരിക്കും പറയും യൂറിയ 2 തരി അതിനകത്ത് ഇട്ടിട്ട് വെള്ളം വെച്ചിരിക്കും. അതിങ്ങനെ തന്നെ കുടഞ്ഞു കൊടുക്കും. അപ്പോൾ ചീര എണീറ്റിരിക്കും. ഇതെല്ലാം വിഷാംശങ്ങളാണ്. പക്ഷെ അല്ലാതെ നമ്മൾ തന്നെ റെഡിമെയ്ഡ് രാവിലെ കൊടുക്കുക, വൈകുന്നേരം വിടുക. ഉച്ചയ്ക്ക് വിടാതിരിക്കും. 10 മണിക്ക് ശേഷം ഇത് പിഴാതിരിക്കുക. 4 മണിക്ക് ശേഷം. അപ്പം ഇതിന് വലിയ വെയിലൊന്നും ഏക്കാപ്പെട്ട് അങ്ങനെ നിൽക്കുക. അപ്പം കാണുന്നവർക്കും നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചോറൊക്കെ നല്ല ചുമന്ന് വരും. നമ്മൾ ചോറൊക്കെ നല്ല ചുമക്കുന്ന ചീര. ഇതും അതുപോലെ അത് തന്നെ. അതെ, 2-3 ഐറ്റം ഉണ്ട്. പറ്റിക്കുന്ന ചീരകളുണ്ട്. എനിക്കിഷ്ടം പച്ചയാണ്. എനിക്കുള്ള കുറച്ച് പേർക്ക് ഇഷ്ടം പച്ചയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ടേസ്റ്റ് നോക്കുന്നത്. പൊന്നാങ്കണ്ണിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൃഷി ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇതിൽ തന്നെ കുറച്ച് ആദ്യമൊക്കെ കുറേ നഷ്ടങ്ങൾ വന്നു. പിന്നെ അത് പ്രാക്ടിക്കലാണ്. ഓരോ ദിവസവും ഇതിനെങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള നിലവാരത്തിലാണ്. ഞങ്ങൾ 2010 തുടങ്ങാൻ കാരണം 2019 ഈ കോവിഡ് വന്ന സമയത്താണ് ഇതിനെക്കുറിച്ചൊരു തുടക്കം ഉണ്ടായത്. അപ്പം ഒന്നും കിട്ടാതെ വന്നല്ലോ. അപ്പോൾ അന്നേരം തന്നെ പലയിടങ്ങളിൽ കുറേശ്ശെ ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം കിട്ടും. ഏറ്റവും വലിയതെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലാഭത്തേക്കാൾ കൂടുതൽ സന്തോഷം, മനസ്സിന് കിട്ടുന്ന സന്തോഷം. ആയിരുന്നെടുക്കുന്ന വിളവ് ചെയ്യുന്നതിലും ജോലിയോടുള്ള നമുക്കൊരിതുണ്ട്, ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കൃഷിയെ സംബന്ധിച്ച് നമ്മൾ മക്കളെ നോക്കുമ്പോൾ തന്നെ ഇതിനെ നോക്കണം. ഇല്ലെങ്കിൽ പാടാണ്. ഇതിനകത്ത് മറ്റുള്ള കളകളൊന്നും വളരാൻ പാടില്ല. അതിൽ നിന്നുള്ള ഫംഗസുകൾ ഇതിലേക്ക് വരെ ഇങ്ങനെ ഇത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മക്കളെ നോക്കുമ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയും, കൂടുതൽ ചെയ്യാൻ കഴിയും, ആവശ്യക്കാരുണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഒളിച്ചു വെച്ച് കൃഷി ചെയ്യുന്ന രീതിയല്ല, ഇതെല്ലാവർക്കും കാണുന്ന രീതി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതം ഒരുവിധമൊക്കെ എൻ്റെ മോളെ പഠിപ്പിച്ച് BSc നേഴ്സിംഗ് 3 അവൾ പഠിച്ചിറങ്ങി. അവൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെറുതായിട്ട് ജോലിക്ക് കയറി. മോൻ 3-ാം വർഷം. അവനും വരുമ്പോൾ നമ്മുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യും. കൊണ്ടുപോകാനും വിടാനും ഒക്കെ അവന് സപ്പോർട്ട് ചെയ്യും. അവനും ഇതിൽ നിന്നുള്ള ഓഹരി തന്നെ അവനും എത്തുന്നത്.
ഹോസ്റ്റൽ ഫീസൊക്കെ ഭയങ്കര ഫീസല്ലേ, പിന്നെ വെളിയിൽ പഠിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന പൈസ അവനും ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ പൈസകൾ തന്നെയാണ്. അല്ല വേറൊരു വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പാടില്ല. ഇതിൽ നിന്നൂടെ ഉള്ള തന്നെ കൂടുതൽ കാര്യങ്ങൾ, വീടും കാര്യങ്ങളും നമ്മുടെ ചിലവുകളും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ എടുക്കുന്ന കാശ് കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ജോലിക്കാരെ കിട്ടാൻ വളരെ ദൗർലഭ്യമാണ്. ആ വിത്ത് വാങ്ങി ചിലപ്പോഴും ഞാൻ വിത്ത് ശേഖരിക്കും. നല്ല വെയിലുള്ള സമയത്ത് ഇതിൽ നിന്ന് നല്ല തട്ടങ്ങ് വിട്ടിട്ട് അതിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിച്ച് അതിൽ നിന്ന് വിത്ത് മാറ്റി വെച്ചിരിക്കും. കാരണം വിത്ത് വാങ്ങുമ്പോൾ അവർ ഫസ്റ്റ് ഇതിന് പൊക്കം കൂടിയതിന് ആദ്യം പിഴുത് മാറ്റിയ ശേഷം അതിന് പൊക്കം കുറഞ്ഞ തീരെ വളർത്തിയെടുത്തിട്ട് അതിൽ നിന്നാണ് വിത്ത് കച്ചവടത്തിന് എടുക്കുന്നത്. പക്ഷേ അത് നല്ല ഫലപുഷ്ടിയായി പൊടിക്കില്ല. പക്ഷെ നമ്മളെടുക്കുന്ന വിത്ത് എന്ന് പറഞ്ഞാൽ ഒരേ കണക്കുള്ള വിത്ത് നമുക്ക് എടുക്കാൻ അതിന് നല്ല വിത്ത് എടുക്കാൻ കഴിയും. സൂക്ഷിച്ച് നിന്നൊന്നും നല്ല വിത്ത് കിട്ടില്ല. അപ്പോൾ അത് നല്ലതേ കൊണ്ട് നല്ല ഈ മഴയ്ക്ക് നല്ല വണ്ണം ഇത്രയും മഴ താങ്ങിയുന്നത് നല്ല വിത്തായ കൊണ്ടാണ്. അത്രയും മഴയത്ത് ഇത് പൊടിച്ച് അങ്ങനെ നിന്നാണ്. ഇപ്പം മഴ കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വളർന്ന് വരെയാണ്. അടുത്ത മാസം ഈ ചീര ഇടുമ്പോഴും ഇതേ വളർച്ച ഗ്യാരണ്ടിയാണ്. ഉറപ്പാണ്. അത് പൊടിച്ചു തുടങ്ങി. ഇതാണ് മഴയെ ഇത് പൊടിച്ചു കഴിഞ്ഞാൽ ഈ പൊടിക്കുന്ന മുമ്പാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോകും. അടികളെന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് പുളിപ്പംശം എപ്പോഴും മഴ പെയ്യുന്നത് കൊണ്ട് പുളിപ്പിൻ്റെ അംശം കൂടുതലാണ്. അതേക്കൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അടികളായിട്ട് കൃത്രിമമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഡോളോമെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുമ്മായ ഉപയോഗിക്കുന്നുണ്ട്. കുമ്മായമൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ദിവസം എടുക്കും. അതേകൊണ്ട് ഡോളോമെറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് തന്നെ കൃഷി ചെയ്യാറും. പിന്നെ കോഴി വേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇതിനുള്ള ഇത്. പിന്നെ ചാണകപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കളകൾ പൊടിക്കും. അതിനകത്ത് വിത്തുണ്ടാവും. ഈ ഇതിൻ്റെ ചാണകപ്പൊടിക്കകത്ത് അതിനകത്ത് വിത്ത് ഒരിക്കലും ദഹിക്കില്ല. ഈ വിത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അത് പൊടിച്ച് വരും. അതേക്കൊണ്ട് ഈ കോഴിവളത്തിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോഴിവളം തന്നെയാണ് ഇതിന് മേശം. ചീരയ്ക്ക് പറ്റിയ കോഴിവളം തന്നെയാണ്. അടുത്തല്ലോ അപ്പോൾ ഉഷാറായിട്ട് ചീര മാത്രമല്ല എല്ലാ കൃഷികളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വരട്ടെ, പാവലും വരട്ടെ. ഓക്കെ കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.